ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പം പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ വീഡിയോ എത്ര ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ കൊണ്ട് ഇട്ട് തരാണ്. പാവല്ലേ, ഒരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലേ, അങ്ങനെയുള്ളൊരു പരിഗണനയെല്ലാം കൊടുത്ത് എല്ലാവരും മിണ്ടാതെ സ്നേഹിച്ചും സഹകരിച്ചും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഒരസുഖത്തിൻ്റെ പുറത്ത്, ഒരു പരിഗണനയുടെ പുറത്ത് മാത്രം അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ വീഡിയോസൊക്കെ കണ്ട് കൂടെ നിൽക്കുന്ന എല്ലാവരെയും കൊണ്ട് വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രേണു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും അവരോടല്ല, അവർ ചെയ്ത തെറ്റിനോടല്ല, അവരെ അസുഖത്തിനോടാണ് എല്ലാവരും മാന്യം. ഈ സാഹചര്യത്തിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ആയിക്കോട്ടെ, വേറുള്ളവരായിക്കോട്ടെ, എല്ലാവരും രേണുവിന് സപ്പോർട്ടീവായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ട് വരാൻ വേണ്ടി മാത്രം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്ന ഇവിടെ നിന്നാണ്. തൻ്റെ കീമോൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കിച്ചുവിനെ ജനങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം അവിടെ എടുത്തിടേണ്ട കാര്യമില്ല. പേഴ്സണലി വിളിക്കാം, എനിക്ക് നിന്നെ കാണണമെന്ന് പറയാം, അല്ലേ? ഇത് പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ അവനെ ആരും ഒന്നും പറയണ്ട എന്നും പറഞ്ഞ്, എൻ്റെ ഋതപ്പൻ എന്നെ തിരക്കാനുണ്ട് എന്നും പറഞ്ഞ് എപ്പോഴും ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പക എന്നുള്ള മൈൻഡ് രേണുവിന് എപ്പോഴും ഉണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളത് കൊണ്ട് മാത്രമാണ് അവൾ എന്ത് ചെയ്തത്, അവനെ ഇട്ട് കൊടുത്തത് ജനങ്ങൾക്ക്, അല്ലേ? അവനെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട്. കിച്ചുവിനെ ആ ഒറ്റൊരു പറച്ചിലോടുകൂടി വീണ്ടും രേണു നെഗറ്റീവിലേക്ക് പോയി എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് നാളായിട്ട് ഫുൾ നെഗറ്റീവ് എല്ലാം മാറി ഫുൾ പോസിറ്റീവ് കമൻറ്റ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ അപ്പം രേണും കിച്ചും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കിച്ചുവിൻ്റെ കുട്ടിക്കാല അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തത്. അതിനുശേഷം രേണും കിച്ചുവും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഈ ക്യാൻസർ ബാധിച്ച് ഈ അസുഖ അവസ്ഥയിൽ കഴിയുന്ന സമയത്തും കിച്ച് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ചാരി ഇരിക്കുന്നത്. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട്, എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്ന് ചിരിച്ചു കാണുന്നില്ല അതിന്റെ മുഖം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. ഞാൻ നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല, അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, വിവാദമാക്കരുത്. ബെസ്റ്റ്, നല്ല അമ്മ. ആ ചെക്കനെ വെറുതെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുത്തിട്ട് ഓളെ വർത്താനം കേട്ടിനോ? വിവാദമാക്കാൻ പറഞ്ഞതല്ല അത്ര. പിന്നെ എന്തിനാന്ന് ഇപ്പൊ ഇവിടെ കൊണ്ട് പറഞ്ഞ കാര്യം എന്തിനാ? കിച്ചു ഉറപ്പായിട്ടും ഈ അവസ്ഥയിൽ കാണാൻ വരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ ഈ പറഞ്ഞത് വളരെ മോശമാണ്. കാരണം എന്താണെന്നറിയാമോ, ഋതപ്പൻ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടും മിണ്ടിയിട്ടും ഒരുപാട് നാളായി ഭയങ്കര വിഷമത്തോടെ പറഞ്ഞിട്ട് അതേ വായി കൊണ്ട് തന്നെ കിച്ചു എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് 2 തെറിവിലെ അവന് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവന് വരണോ വേണ്ടേ എന്നുള്ളത് അവൻ്റെ മാത്രം തീരുമാനമാണ്. അത് ആളുകൾ പറഞ്ഞിട്ടല്ല അവനത് ചെയ്യേണ്ടത്. അവൻ്റെ മനസ്സുകൊണ്ട് അവന് തോന്നണം, എനിക്ക് പോകണം, കാണണം എന്ന് തോന്നണം. അല്ലാതെ ഒരു വശത്ത് നിന്ന് പോകണമെന്നും പറയും, മറുവശത്ത് നിന്ന് പോകണ്ടെന്നും പറയും. പല ടൈപ്പ് ആളുകളാണല്ലോ. അപ്പം അവരുടെ വാക്കുകൾ കേൾക്കേണ്ട യാതൊരു കാര്യമില്ല. അവൻ്റെ മനസാക്ഷിക്ക് എന്ത് തോന്നുന്നു ദയവ് ചെയ്ത് മിണ്ടാതിരിക്കുക. നിങ്ങൾ നിങ്ങളതായ വീഡിയോസ് ചെയ്യ്, നമ്മളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ ആ കിച്ചുവിനെ ഇതിലേക്ക് എടുത്തിട്ട് അവൻ അവൻ്റെതായ വഴിയിൽ അവൻ്റെതായ റൂട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവനൊന്ന് ജീവിച്ച് വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല. വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോവാതിരിക്കുക. എല്ലാവരും വെറുപ്പ് വീണ്ടും സമ്പാദിക്കാതിരിക്കുക. എല്ലാവരും വെറുത്തവരൊക്കെ കൂടെ നിന്നതാ. വീണ്ടും അതിലേക്ക് നിങ്ങൾക്ക് നല്ലോണം അറിയാം. നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളെ കൂടെ ഇപ്പം എല്ലാം മറന്ന് കൂടെ നിൽക്കുന്നവരാണ്. അവർ നേരെ തിരിച്ച് അവൻ്റെ നേർക്ക് തിരിയുന്നും അവനെ തെറി വിളിക്കുന്നു അറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്ത പരിപാടിയല്ലേ ഇത്.
ഈ നല്ലൊരു സമയമാണിത്. ഇപ്പം വേണമെങ്കിൽ ഒന്നാവാൻ പറ്റിയ ടൈമായിരുന്നു. പേഴ്സണലി അവനെ വിളിക്കുക, എനിക്ക് എൻ്റെ മോനെ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഉറപ്പായിട്ടും വരുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നല്ലോ. എന്തുകൊണ്ട് പബ്ലിക് എന്തായാലും വാക്കിയും കൂടെ പറയും. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ വീട്ടിൽ, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവര്. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജറിന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പൊ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിന്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുത് എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും അടുത്ത കീമോയുടെ വിശേഷമായിട്ട് കാണാം. അപ്പം അതുവരെ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇതിനെ വായിച്ചൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതും കൂടെ ഒന്ന് കണ്ടോക്കാം. ഈ പറഞ്ഞ കിച്ചുവിന്റെ കാര്യത്തിനോട് ഒരിക്കലും അനുകൂലമായിട്ട് നിൽക്കില്ല. ആരാണോ ശരി ചെയ്യുന്നത് അവരുടെ ഭാഗത്ത് നിൽക്കും. രേണുവിനോടും ഇല്ല കിച്ചുവിനോടും ഇല്ല പ്രത്യേക ഇഷ്ടം, രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇവൻ ഇപ്പം പറഞ്ഞിട്ടുള്ളതിനോട് ഞാൻ എതിർത്ത് തന്നെ സംസാരിക്കും. കാരണം അവന് വേണമെങ്കിൽ അവന് പോകാം, അല്ലേ? ആളുകളുടെ കമൻറ്റ് കണ്ടിട്ടോ മറ്റുള്ളവർക്ക് ബോധിപ്പിക്കാനോ മറ്റു കമൻറ്റോളികൾക്ക് വേണ്ടിയിട്ടോ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇഷ്ടമുണ്ടോ? ഇനി ഒരുപാട് പേരുടെ കമൻറ്റുകളും ഒരുപാട് പേരുടെ നിനക്ക് പോയി കണ്ടൂടെ എന്നുള്ള ചോദ്യങ്ങൾക്കും എല്ലാത്തിനും മറുപടിയായിട്ട് കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എന്റെ കിച്ചു നേരിട്ട് കാര്യം ചൂട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മ സാമിനെ കാണിച്ചു തരാത്ത ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണത്. മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ.
ഇനി ആരും അമ്മേനെ കണ്ടില്ല എന്നും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അവൻ അവിടെ പോകും ചെയ്തു, ഋതപ്പനെ കാണും ചെയ്തു. അവരെ മനഃപൂർവ്വം കാണിക്കാത്തതായിരിക്കും. കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കാണിക്കുമല്ലോ. ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വന്നിട്ടാണെങ്കിലും കാണിക്കാൻ വിടുമല്ലോ. ഇനിയിപ്പോൾ അവൻ്റെ ഭാഗത്തുള്ള തെറ്റങ്ങ് മാറി. കാരണം ഇനിയിപ്പോൾ ഇതിൽ യാതൊരു കാര്യവുമില്ല. അവൻ പോയി, അവനെ കാണിച്ചില്ല, അതവിടെ തീർന്ന്. ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഒരു വർത്താനം. കിച്ചു ഇപ്പം പറഞ്ഞ കാര്യത്തിനോട് 100% യോജിക്കുന്നു. കാരണം അവൻ ഒരു വളർത്തു മകനാണെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോഴുള്ള അവൻ്റെ ഒരു അവസ്ഥ, അവൻ്റെ അനിയനെക്കുറിച്ച് വരെ ചിന്തിച്ച്. ശരിയല്ലേ? അവൻ്റെ അനിയൻ വളർന്ന് വലുതായി വരുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകൾ നിൻ്റെ അമ്മ ഇങ്ങനെയല്ലേ എന്നുള്ള ആ ഒരു ടോക്ക്, അത് ഉറപ്പായിട്ടും ഋതപ്പനെയും തളർത്തും. ഋതപ്പനും എന്നെങ്കിലും ഒരിക്കൽ ഇവളോട് ചോദ്യം ചോദിക്കും. അപ്പം അതിനെന്തായിരിക്കും മറുപടി പറയാനുണ്ടാവുക? ഒന്നും പറയാനുണ്ടാവില്ല. എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ടായിരുന്നോ എന്നെ നോക്കിയിരുന്നേ എന്നുള്ളൊരു അവൻ അങ്ങേയറ്റ സഹികെട്ടിട്ട് രേണുവിന് മെസ്സേജ് അയച്ചു, ഇത് ശരിയല്ല അമ്മേ, ഈ പരിപാടി നിർത്ത്. അപ്പം രേണു കിച്ചുവിന് കൊടുത്തിട്ടുള്ള മറുപടി എന്താണ്? ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, അതിൽ വൃത്തികേടായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, ചുണ്ട് കടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അത് ചുണ്ട് പൊട്ടിയത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം ആ പറഞ്ഞതോ ചാറ്റ് കാണും. കിച്ചൂസാണ് ഫുള്ള് കാണാമോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. ഇതേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യങ്ങളായി. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞു, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നു. മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല, പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. ഈ വയ്യാത്ത അവസ്ഥയിലും ഈ കുത്തിപ്പിടിച്ച് ഇരുന്നിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, ആ സമയം റെസ്റ്റ് എടുത്തൂടെ? ആ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഫോണൊക്കെ ഒന്ന് ഇങ്ങനെ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ കാണിക്കാതിരുന്നൂടെ? ആ അടുത്ത് നിൽക്കുന്ന അവരാണ് ഈ പിരികേറ്റി വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ ആ ഇരുത്തൊക്കെ കണ്ടിട്ട്. അതുവരെ അവശയായിരുന്നല്ലോ. കിച്ചുവിനെതിരെ റിയാക്ട് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ലല്ലേ ഇങ്ങനെ കുത്തിയിരുന്നിട്ട്. ഇനി അവൻ അയച്ചിട്ടുള്ള ആ മെസ്സേജ് എന്താന്ന് വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഹലോ, ഞാനൊരു കാര്യം പറയാനാണ് മെസ്സേജ് ഇട്ടത്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇന്നലെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഉറങ്ങാൻ പോലും പറ്റിയില്ല. ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ ഷോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? അത്യാവശ്യം ഒരുപാട് പ്രൊമോഷൻസും അല്ലാത്ത വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട്. ജീവിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ജീവിച്ചൂടെ? ഫെയിമായിട്ട് നിൽക്കുന്നതല്ലേ? ഋതപ്പനെ ഓർത്തെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നിർത്ത്. അത്രയധികം വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഋതപ്പനും ഇതൊക്കെ കാണുന്നതല്ലേ, കൊച്ചു കുട്ടികൾ പോലും ഫോണൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ വിലയിരുത്തും? അപ്പം രേണു ഇതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. വൃത്തികേടായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ ലൈവാണ് പോയത്, എൻ്റെ ചുണ്ട് പൊട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായിട്ട് ഞാനൊന്നും പറയുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ കിച്ചു പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇത്രയും വലുതായിട്ടുള്ളൊരു മോൻ ഇതൊക്കെ കാണേണ്ടി വരുമ്പോഴുള്ളൊരവസ്ഥ, ഇത് കിച്ചുവിനൊന്നല്ല, ഇത് കണ്ട ഏതൊരാളും ഇത് മുൻപ് റിയാക്ട് ചെയ്തിട്ടുള്ളതല്ലേ ഇത് കണ്ടിട്ട്. ഇങ്ങനെയല്ലാതെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതിലൂടെ ജീവിച്ചൂടെ? അത്യാവശ്യം ഫെയിമായിട്ട് നിൽക്കുന്ന ആളാകുമ്പോൾ ഇഷ്ടംപോലെ പ്രൊമോഷന് അല്ലാത്ത ആൽബംസ് എന്തൊക്കെയുണ്ട് ചെയ്യാൻ. അപ്പം രേണു ഒരു മറുപടി പറയുന്നുണ്ടല്ലോ, മോൻ പറഞ്ഞിട്ടല്ലേ, മോൻ സമ്മതിച്ചിട്ടല്ലേ, അതെങ്ങനെയാ മോൻ സമ്മതിക്കുക? മോനോട് ചോദിച്ചിട്ടൊന്നല്ലല്ലോ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത്, അതിന് ശേഷമാണല്ലോ സബ്സ്ക്രിപ്ഷൻ എടുത്തത്. അവൻ അറിയുന്നുണ്ടോ ഈ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടാണിത് ചോദിച്ചത് എന്ന്? അപ്പം അവൻ സമ്മതിച്ചു, നല്ല എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അതും അവൻ്റെ തലയെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് കാരണത്താലൊക്കെ തന്നെയാണ് അവൻ അങ്ങേയറ്റം വെറുത്തു എന്ന് തോന്നുന്നത്. കാരണം ഇത്രയും ഒരു അസുഖമായിട്ട് കിടക്കുമ്പോൾ പോലും അവൻ്റെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ അവൻ അത്രത്തോളം അത് വേദനിച്ച് കാണും. അതും കൂടെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ അസുഖത്തിൻ്റെ പേരിൽ അവളെ ഭാഗത്ത് മാത്രം നിൽക്കാതെ ആരാണോ ശരി അതിൻ്റെ കൂടെ നിൽക്കുക. അല്ലാതെ ഒരു അസുഖം ബാധിച്ചെന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നതും എന്ത് വൃത്തികേട് ചെയ്താലും അതിനു കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയെങ്കിലും കിച്ചുവിനോട് രേണുവിനെ കാണാൻ പോകുന്നില്ല എന്നുള്ള ചോദ്യം അവോയ്ഡ് ചെയ്യുക. ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്നോട് ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ
അതങ്ങ് ക്ഷമിച്ചേക്ക്. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവനായാലും രേണു ആയാലും ശരി ചെയ്താൽ ശരി, തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടെ ചെയ്യുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുക്കുക. അപ്പോൾ ടാറ്റ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.